ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുക്കാം മോളെ. ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് നെമ്മാറ പെറ്റ്സ് പാർക്കിലേക്കാണ്. തണ്ടുവേട്ടനും ഞാനും കൂടെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഓ, പശു, കുഞ്ഞൻ പശു, കോഴി, കൊള്ളാം. തത്തമ്മ, പച്ചത്തത്തയാണ് കേട്ടോ. അതാ ചുവപ്പ് തത്ത, പിന്നെയും കോഴി, അങ്ങനെ എമു, ഒട്ടകപ്പക്ഷി, കുഞ്ഞു കുരങ്ങൻ, ഓന്തല്ല മോളെ, ഇഗ്വാന. ഇതിനെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. പലതരം തത്ത, കോഴി. അച്ഛനൊരു കോഴിക്കോട്ടിൻ്റെ മുന്നിൽ എന്നെ കൊണ്ട് നിർത്തി. ഇതെന്ത് കോഴിയാ? വീട്ടിലും ഉണ്ട് ഒരു കറുപ്പ് കോഴിയും ഒരു പുള്ളിക്കോഴിയും. ഇത് ചുവപ്പും മഞ്ഞയും. മോളെ, ഇത് സാധാരണ കോഴിയല്ല, ഇതിനെ പറയുന്ന പേരാണ് പെസൻറ്റ്. ഒരുതരം കാട്ടുകോഴിയാ. കാട്ടുകോഴി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്താ, എലിയോ? ഇത് മീർക്കാറ്റ്. ഓഹ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല അച്ഛാ. അങ്ങനെ തത്തമ്മനെ അച്ഛൻ വീണ്ടും കയ്യിലെടുത്തു. ഞാനൊന്ന് തൊട്ടു നോക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പല ശ്രമിച്ചു, നടന്നില്ല. ഓക്കെ, ഈശ്വര, എടുത്തത് ഈ കുതിരപ്പുറത്തോ? എനിക്ക് വയ്യ, ഈ കുതിരയിട്ട് ഓടും എന്നെ എടുത്തിട്ട്. തുറിച്ചോ ഏട്ടാ, ഇതെന്താണിത്? എന്തിനെയല്ല ഇവരെല്ലാം എടുത്ത് കയ്യിൽ പിടിക്കുന്നത്? പാമ്പല്ലേ? അതൊരു പാമ്പല്ലേ? എൻ്റെ അമ്മച്ചി, പാമ്പിനെ കണ്ട ഓടണമെന്ന് പറഞ്ഞ അച്ഛനാണല്ലോ ഈ പാമ്പിനെ എടുത്ത് തോളിലിട്ട് നിൽക്കുന്നത്. കടിക്കൂ. അമ്മയും എടുത്തു. അമ്മയും അതിനെടുത്ത് തോളിലിട്ടു. എന്ത് ചിരിച്ച് കൂളായിട്ട് നിൽക്കുന്നത് നോക്കിയേ. തണ്ടുവേട്ടാ ഓടിക്കോ, തണ്ടുവേട്ടാ ഓടി രക്ഷപ്പെട്ടോ, ഓടിക്കോ. ഇവര് നമ്മളെ അയ്യോ ഓടിക്കോ. തണ്ടുവേട്ടൻ രക്ഷപ്പെട്ടു. വിക്ടറിയോ? തണ്ടുവേട്ടൻ വിക്ടറിയെല്ലാം കാണിച്ച് പാമ്പിനെയും പിടിച്ച് നിൽക്കുന്നു. പാമ്പ് കൊള്ളാമായിരിക്കും അല്ലേ? എന്നാ പിന്നെ മാമ പതുക്കെ ഇടണേ. ഇത് പുലിവാലായല്ലോ, ഇത് ഇളകുന്നുണ്ടല്ലോ. തൊട്ട് നോക്കാൻ പറയുന്നു. അയ്യേ, എന്താ ഇങ്ങനെ? മാമ എടുത്തിട്ട് കൊണ്ടുപോ മാമ, ഞങ്ങൾക്ക് വേണ്ട മാമ. അമ്മയത് എന്നെ ഒന്ന് രക്ഷിക്കമ്മേ, കൊണ്ടുപോ മാമ. അങ്ങനെ ഈ മാമനെല്ലാവരും കൂടി എൻ്റെ തലയിൽ കൂടെ പാമ്പിനെ എടുത്തിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് കളയണമെന്നുണ്ട്. അമ്മ കൈ രണ്ടും പിടിച്ചിരിക്കുകയാണ്. വായി കൊണ്ട് കടിച്ചെടുത്ത് കളഞ്ഞാലോ? വേണ്ട, കടിച്ചെടുക്കണ്ട, വേണ്ട. വായിലെല്ലാം പാമ്പാവും. ഈ പാമ്പിനെ തിരിച്ചു കടിച്ചാലോ? ഒന്നും ചെയ്യാൻ വഴിയില്ലാതെ ഞാൻ നിസ്സഹായനായി നിൽക്കുകയാണ്. അമ്മ എന്നോട് തൊട്, ഇങ്ങോട്ട് നോക്കി ചിരിക്കും എന്നൊക്കെ പറയുന്നു. ഇതെങ്ങനെ ഞാൻ ചിരിക്കും പറയണേ അമ്മേ. അങ്ങനെ അവസാനം അവരെല്ലാത്തിൽ നിന്നും രക്ഷിച്ചെന്നെ പുറത്തു